നമ്മൾ പഠിച്ച സ്കൂൾ കാണുന്ന സമയത്ത് നമുക്ക് പല ഓർമ്മകളുണ്ടാവും കേട്ടോ. ആ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ആ കഥ ഇഷ്ടമായിക്കില്ലെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്താക്കണം, ലൈക്കും അടിച്ചേക്കണം, ഒന്നും നോക്കണ്ട. എൻ്റെ ക്ലാസ്സിൽ ഒരു നാൻസി എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ഉച്ചക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ ബക്കറ്റിൽ ചോറായിട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ആരുണ്ടാവും, നാൻസി ഉണ്ടാവും കേട്ടോ. ആ ചോറ് തിന്ന് കഴിഞ്ഞ ഉടനെ പിന്നെ ഓളെ കാണയില്ല കേട്ടോ. വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നാലും പൈപ്പിലെ വെള്ളം കുടിച്ചിട്ടാണ് എന്താക്കുക, ഓൾ അവിടെ കുത്തിരിക്കുക. അഥവാ ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാലും സ്കൂളിലെ കിണറ്റിൽ പോയിട്ട് വെള്ളം കോരിയിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീട്ടിലെ കിണറ്റിലേക്ക് പാരുന്ന ഒരു കുട്ടിയും കൂടെയാണ് നാൻസി. പക്ഷേ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുമെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ ഓളെ പയ്യോളി വെച്ച് കണ്ടിരുന്നു. പയ്യോളി വെച്ച് കണ്ടപ്പോൾ ഞാൻ ഓളോട് വെച്ച് നിനക്കെന്താ ഇപ്പം പരിപാടി എന്ന് വെച്ചപ്പോൾ ഓളെൻ്റോട് പറയുകയാണ്, ഓളെൻ്റോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചുകൊണ്ട് ഞാനിപ്പം ഭർത്താവ് മക്കൾ എന്നും പറഞ്ഞിട്ട് ഓലൊക്കെ നോക്കി കുത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേനോ, പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ ഓള് പറഞ്ഞു, ഭർത്താവും മക്കളൊക്കെ ആയാൽ പിന്നെ ആര് പണിക്ക് പോകുന്നതെന്ന്. പക്ഷെ അങ്ങനെ ഒരു ചിന്ത പാടില്ല എന്ന് ഞാൻ ഒക്കെ അന്നേരെ പറഞ്ഞു കേട്ടോ. നമ്മൾ നമ്മളേതായ ശൈലിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരവരുടെ ഇഷ്ടത്തിന് എന്താക്കരുത്, എതിര് നിൽക്കാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിക്കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഒന്ന് അമർത്തിയേക്ക്. ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർ ഒന്ന് ഫോളോയും ചെയ്ത് കിട്ടോ.